അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു. അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു. അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര നാൾ ന്യായമായി വിധിക്കും? ദുർവൃത്തരെ അനുകൂലിക്കും. അനാഥരെയും അഗതികളെയും നീതിയോടെ വിധിക്കുവേ. ദരിദ്രർക്കും എളിയവർക്കും നീതി നടപ്പാക്കുവേ. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് ദുർബലരെയും അഗതികളെയും രക്ഷിക്കുവേ. ഇരുളിലാണ് തങ്ങൾ വ്യാപരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഭൂമിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ദൈവങ്ങളാണെന്ന് അത്യുന്നതന്റെ പുത്രരാണെന്നും ഞാൻ പറഞ്ഞു. എങ്കിലും മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും. ഏതൊരു പ്രമാണിയെയും പോലെ നിലംപതിക്കും. ദൈവമേ, എഴുന്നേൽക്കണമേ. ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടെ അവകാശമാണല്ലോ. ദൈവമേ, അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? അങ്ങ് നിശബ്ദനും നിശ്ചലനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ കലഹമുണ്ടാക്കുന്നു. അങ്ങയുടെ ജനത്തിനെതിരായി തലപൊക്കുന്നു. അവർ നിഗൂഢതന്ത്രങ്ങൾ മറയുന്നു. അങ്ങയുടെ വിശുദ്ധ ജനത്തിനെതിരെ ദുരാലോചന നടത്തുന്നു. അവർ പറയുന്നു, വരുവിൻ, ജനത്തിൽ നിന്ന് നമുക്കവരെ തുടച്ചു നീക്കാം. ഇസ്രായേലിന്റെ നാമം മേലിലാരും ഓർമ്മിക്കരുത്. അവർ ഏകമനസ്സരായി ആലോചന നടത്തി അങ്ങേക്കെതിരെ സഖ്യം ചേർന്നു. ഏദോംകാരും അറബാക്കാരും മോവാബുകാരും ഗദറായരും ആമോൻകാരും അമലേക്കരും ഒന്നു ചേർന്നു. പ്ലശത്തുകാരും സ്വനിവാസികളും അവരോടൊത്തു ചേർന്നു. അസീറിയക്കാരും അവരെ തുണച്ചു. ലോത്തിന്റെ മക്കൾക്ക് സഹായം നൽകി. മിദിയാനോടും സിസറായോടും യാബിനോടും അങ്ങ് കീശോൻ താഴ്വരയിൽ ചെയ്ത പോലെ
ഈ ദുഷ്കർമ്മികളോട് വർത്തിക്കണമേ. ഇതുവരെ വെച്ച് അവർ നശിപ്പിക്കപ്പെട്ടു, അവർ ഭൂമിക്ക് വളമായി തീർന്നു. ഓർവിനെയും സീബിനെയും സേബായെയും സൽമനായെയും പോലെ അവരുടെ പ്രമാണികളെയെല്ലാം നിശേഷം നശിപ്പിക്കണമേ. ദൈവത്തിന്റെ പട്ടണം നമുക്ക് സ്വന്തമാക്കാമെന്ന് അവരുടെ പ്രഭുക്കന്മാർ വമ്പ് പറഞ്ഞു. ദൈവമേ, അങ്ങ് അവരെ ചുഴലിക്കാറ്റ് പോലെയും പറന്നു പോകുന്ന ഉണക്കപ്പുല്ല് പോലെയും ആക്കണമേ. വനത്തിൽ പടരുന്ന അഗ്നി പോലെയും വനയെ ചുടുന്ന തീജ്വാല പോലെയും അങ്ങ് അവരെ ചുഴലിക്കാറ്റിൽ കറക്കണമേ. കൊടുങ്കാറ്റാൽ ഭയപ്പെടുത്തണമേ. അങ്ങയുടെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം ലജ്ജിതമാക്കണമേ. അവർ അങ്ങേക്കും അവഹേളിതരും സംഭീതരുമാകട്ടെ, അപമാനിതരായി നശിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമം മാത്രം ഭൂമി മുഴുവനിലും ഉയർന്നു നിൽക്കുന്നെന്ന് അവർ അറിയട്ടെ. ശക്തനായ കർത്താവേ, അങ്ങയുടെ കൂടാരങ്ങൾ എത്ര പ്രിയങ്കരമാകുന്നു. കർത്താവിന്റെ അങ്കണങ്ങൾക്കായി എന്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കുരുവി അതിന് പാർപ്പിടവും ചെങ്ങാനെ കൂടും കണ്ടെത്തി. ശക്തനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികെ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവേ, എന്റെ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ എന്നേക്കും അങ്ങയെ സ്തുതിക്കും. അങ്ങ് സഹായിക്കുകയും അങ്ങയുടെ വഴികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർ താഴ്വരയിലൂടെ കടന്നുപോയി, അവർ അതിനെ വസതിയാക്കി. പ്രമാണദാതാവ് അതിനെ അനുഗ്രഹിച്ചു. അവർ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോകും. അത്യുന്നതനായ ദൈവം സിഹിയോനിൽ പ്രത്യക്ഷനാകും. കർത്താവേ, ശക്തനായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. സഹായകനായ ദൈവമേ, കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ തിരുക്കൺ പാർക്കണമേ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അങ്ങയുടെ ഭവനത്തിലെ ഒരു ദിവസം 1000 ദിവസങ്ങളെക്കാൾ കൂടുതൽ അഭികാമ്യമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഹായകനും സംരക്ഷകനും ദൈവമായ കർത്താവാകുന്നു. കർത്താവ് കരുണയും മഹത്വവും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തന്റെ നന്മകൾ നിഷേധിക്കുകയില്ല. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. മിശിഹാനാഥ നിന്ദനഹായ സൃഷ്ടിക്കഖിലം ആനന്ദത്തികവേഗീലി. തെറ്റിൽ വീണവരായ ജനത്തിൻ ബലികൾക്കഖിലം അറുതി വരുത്തി മഹിൽ നീ. ഇരുളിൻ മറവിൽ പാർത്തവരെല്ലാം സത്യവെളിച്ചം ദർശിച്ചു. യോഹന്നാനിൽ നിന്നും നീ മാമോദീസ കൈക്കൊണ്ടു. നിന്നുടെ മാമോദീസായാൽ ഉറവുകളെല്ലാം പാവനമായി. മാമോദീസ വഴിയായി നീ സഭയിൽ പാകിയ വിശ്വാസം വളരാൻ കനിയണമേ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കാലത്തികവിൽ നരരക്ഷയ്ക്കായി താതൻ നിന്നെ ഭൂവിൽ സദയമയച്ചല്ലോ. പാപകടത്തിൻ പിടിയിൽ കഴിയും നരവംശത്തിന് മോചനമറിവോടെ കീഴാൻ. നീയോ സ്വയമേ നിയമം കാത്തു
ദാസന് സമരായി തീർന്നല്ലോ. മാനവ പാപകടം തീർക്കാൻ സ്വയമേ ബലിയായി തീർന്നു നീ. മാമോദീസ വഴിയേകി മരണോത്ഥാന പ്രതിരൂപം നവമാം നിയമം വഴി നരരെ രക്ഷിച്ചിടും മിശിഹായെ നിന്നെ വാഴ്ത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർത്യകുലത്തിനു മോചനമേക ദാസനു തുല്യം താഴ്ന്നവനീശോ മിശിഹായേ. നിന്നാഗമനം ഘോഷിച്ചിട മുന്നേ നിന്നുടെ ദൂതനെ മണ്ണിലയച്ചു നീ. യോർദാൻ കരയിൽ യോഹന്നാൻ ഉദ്ഘോഷിച്ചു സാനന്ദം. എന്നിലുമധികം ശക്തനൊരാൾ മമ പിൻപേ വന്നണയുന്നു. അവനണിയുന്ന ചെരുപ്പിൻവാർ നീക്കാൻ പോലും അനർഹൻ ഞാൻ. നിങ്ങൾക്കായവനേകീടും മാമോദീസ റൂഹായാൽ അഗ്നിജ്വാലകളാ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. തിരുനാമം വാഴ്ത്തി പാടുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വർണ്ണിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാകുന്നു. അവിടുന്ന് ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു.
മഹത്വവും തേജസ്സും തിരുസന്നിധിയിലാകുന്നു. ശക്തിയും സ്തുതിയും വിശുദ്ധ മന്ദിരത്തില്. കാഴ്ചകളുമായി അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, തിരുമുറ്റത്ത് അവിടുത്തെ ആരാധിക്കുവിൻ. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂതലം ആനന്ദിക്കട്ടെ, സമുദ്രം അതിന്റെ നിറവിൽ ഉല്ലസിക്കട്ടെ, വയലും അതിലുള്ളവയും പുഷ്ടിപ്പെടട്ടെ. ലോകത്തെ വിധിക്കാൻ വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ലോകത്തെ നീതിയോടെയും ജനതകളെ വിശ്വസ്തയോടെയും വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനിൽ സദയം മാമോദീസായ്ക്കായി ശിരസ്സു നമിച്ചവനേ, സ്തുത്യൻ നീ എന്നും. മാമോദീസായാൽ ഉന്നത സ്വർഗത്തിൻ വാതിൽ തുറന്നവനേ, സ്തുത്യൻ നീ എന്നും. ആദിമ പാപത്താൽ പങ്കിലമായോരാ മാനവരൂപം നീ നിർമ്മലമാക്കുന്നു. മാമോദീസായാൽ പാവന ശരീരത്തിൻ മൂശയിലിട്ടതിനെ നൂതനമാക്കുന്നു. പാവന റൂഹായാം കനകത്താലവനെ പുതിയുന്നതമാം ശോഭ വരുത്തുന്നു. മാനവ പാപത്താൽ ദുഃഖിത മാനസരാ വാനവ വൃന്ദത്തിൽ മോദമുണർത്തുന്നു. ദൈവിക സ്നേഹത്താൽ മാനവരൂപത്തെ നിർമ്മലമാക്കിയവൻ നിത്യം പരിശുദ്ധൻ. താതനമാത്മജനം പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ, ഇപ്പോഴും എന്നേക്കും. പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ ധനഹായാൽ ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രകാശം ചൊരിയുകയും ഞങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും സ്വാതന്ത്ര്യവും നൽകുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ ധനഹാവേളയിൽ യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിക്കുകയും അതുവഴി ദൈവപുത്രസ്ഥാനവും സ്വർഗീയ അവകാശവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ മാമോദീസായിൽ ഞങ്ങളിലെ പാപക്കറകൾ കഴുകി വെടിപ്പാക്കിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ തന്നെ വിനീതനാക്കിക്കൊണ്ട് ദാസനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും സൃഷ്ടികളെ വിശുദ്ധീകരിക്കുകയും പാപികൾക്ക് അനുതാപത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപമോചകമായി നിന്റെ മാമോദീസായാൽ സമുദ്രങ്ങളെയും നദികളെയും മറ്റെല്ലാ ജലസ്രോതസ്സുകളെയും ശുദ്ധീകരിച്ച മിശിഹായെ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ വലിയ കൃപയാ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ മാമോദീസായിൽ അജഗണത്തിന്റെ കടങ്ങൾ പൊറുക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ഞങ്ങളിൽ കരുണയായിരിക്കുകയും ചെയ്യണമേ.